സിദ്ധാപുരിയെ പിടികൂടിയിരിക്കുകയാണ്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ അരിംകൊല നടത്തിയ പ്രതിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. നെന്മാറ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതിയെ എത്തിച്ചിരിക്കുന്നത്. സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിലുള്ള ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഈ കൊലയാളിയെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ അല്പസമയം മുമ്പ് വലിയ പ്രതിഷേധം നടത്തിയത്. ഗേറ്റുകൾ തള്ളിത്തുറക്കാൻ ശ്രമിക്കുകയുണ്ടായി. അവരെ ലാത്തി ചാർജ് നടത്തിക്കൊണ്ട് പോലീസ് വിരട്ടിയോടിച്ചിരിക്കുകയാണെങ്കിലും പോലീസിനെ ഭയന്ന് ആ പ്രദേശത്ത് നിന്നും പിന്മാറാൻ ഇപ്പോഴും അവർ തയ്യാറായിട്ടില്ല. അവരെയൊക്കെയും പോലീസ് കൊണ്ട് അടിച്ചു ഓടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രേക്ഷകർക്ക് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിരവധി ജനങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾ ഇരമ്പിയാർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ചെന്താമര കൊടും ക്രിമിനൽ പിടിയിലായിട്ടുണ്ട് എന്ന വാർത്ത അറിഞ്ഞതിന് ശേഷം ഇതാ നിരവധി പേരാണ് അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ അവരെ വിരട്ടിയോടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അവർ ചിതറി ഓടുന്നുണ്ടെങ്കിലും പിന്നീട് വീണ്ടും തിരികെ എത്തുന്ന കാഴ്ചയാണ്. അരുൺ, എന്താണ് നിലവിലെ സാഹചര്യം? സുരേഷ്, ഇപ്പോൾ പോലീസ് പെപ്പർ സ്പ്രേ ഉൾപ്പെടെ പ്രയോഗിച്ചുകൊണ്ട് ഈ ജനങ്ങളെ ഇവിടെ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേയേറെ ആളുകളൊക്കെ മാറുന്നുണ്ട്. പക്ഷേ വീണ്ടും 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 ആളുകൾ ഇങ്ങോട്ടേക്ക് തന്നെ ഇരമ്പി എത്തുന്ന കാഴ്ചയാണ്. ഏതായാലും പോലീസ് തങ്ങളെ എന്തിനാണ് ആക്രമിക്കുന്നത്, തങ്ങളെ എന്തിനാണ് പോലീസ് തല്ലുന്നത് എന്നുകൊണ്ടാണ് പോലീസുകാർ ഇപ്പോഴും ആളുകൾ വീണ്ടും ഇവിടേക്ക് എത്തിയിരിക്കുന്നു. വീണ്ടും ആളുകൾ തടിച്ചുകൂടി എത്തുന്നു. വലിയ സംഘർഷാവസ്ഥയാണ് ഇപ്പോഴും നേരിടുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ കണ്ണിൽ തല്ലാൻ പാടില്ല. നിങ്ങൾ തല്ലിയത് ഞാനാ സാർ തല്ലിയില്ല, ബാക്കിയുള്ള തല്ലിയില്ല. പുറത്ത് പാട് നോക്ക്, എല്ലാം തല്ലിയില്ല. അല്ലല്ല, നിങ്ങളെ ഫൈബർ വടി വെച്ച് എന്റെ തലയിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഫൈബർ വടി വേണ്ട എന്ത് ചെയ്യണം? പോയി എല്ലാം നിങ്ങൾ പോണ്ട മാറുന്നു. ഏതായാലും നാട്ടുകാരെ നിയന്ത്രിക്കാൻ പോലീസ് നന്നായി പാടുപെടുകയാണ്. നാട്ടുകാർ
തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. യാതൊരു തരത്തിലും നാട്ടുകാർ അവർ അടങ്ങുന്നില്ല. ഈ തങ്ങളല്ല തെറ്റ് ചെയ്തത്, എന്തിനാണ് തങ്ങൾക്ക് നേരെ പോലീസ് ലാത്തി വീശിയത്, എന്തിനാണ് പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചത്, തങ്ങളല്ല തെറ്റ് ചെയ്തത്. തങ്ങളുടെ നാട്ടിലെ ആ സ്വൈര്യ ജീവിതത്തെ മുഴുവൻ തകർത്തത് ആ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിരുത്തിയിരിക്കുന്ന കൊടും ക്രിമിനലാണ്. പിന്നെ എന്തിനാണ് തങ്ങളെ ഇങ്ങനെ പോലീസ് തങ്ങൾക്ക് നേരെ തിരിയുന്നത് എന്നുള്ളതാണ് ഓരോരുത്തരും പറയുന്നത്. ഏതായാലും വലിയ സംഘർഷാവസ്ഥയാണ് ഇപ്പോഴും നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ. പോലീസ് അവരെ ഈ നാട്ടുകാരെ നിയന്ത്രിക്കുന്നതിന് നന്നേ പാടുപെടുകയാണ്. ആദ്യം പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് ഇത്തരത്തിൽ പ്രതി അറസ്റ്റിലായി എന്നുള്ള വിവരം ലഭിച്ച ഉടനെ തന്നെ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് നിരവധി ആളുകളാണ് ഓടിയെത്തിയത്. അതിനുശേഷം പ്രതിയെ ഡിവൈഎസ്പി ഒരു കാറിലാണ് ഈ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സ്റ്റേഷന് ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ സ്റ്റേഷനുള്ളിലേക്ക് പ്രതിയെ കൊണ്ടുവന്ന ആ ഒരു സമയം ഈ പ്രതികൾ പുറത്ത് തടിച്ചുകൂടി നിന്നിരുന്ന ജനങ്ങളൊക്കെ തന്നെ സ്റ്റേഷനകത്തേക്ക് വന്നു. പിന്നീട് സ്റ്റേഷനകത്ത് നിന്നും ഈ ജനങ്ങളെ മുഴുവൻ പോലീസ് പുറത്തേക്ക് അവിടെ നിന്നും മാറ്റി. ആ പുറത്തേക്ക് മാറ്റിയ ജനങ്ങൾ പിന്നീട് സ്റ്റേഷന്റെ ആ ഗേറ്റ് തകർത്തുകൊണ്ട് മുന്നിലോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഗേറ്റ് തകർത്തുകൊണ്ട് മുന്നിലോട്ട് വന്ന സമയത്താണ് പോലീസ് ജനങ്ങൾക്ക് നേരെ ലാത്തി വീശുകയും അതോടൊപ്പം തന്നെ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും വലിയ ജനങ്ങൾ ഒന്നടങ്കം രോഷാകുലരായി ഇപ്പോഴും തുടരുന്നു. അവർ ഒന്നേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, എന്തിനാണ് തങ്ങൾക്ക് നേരെ ലാത്തി വീശുന്നത്, എന്തിനാണ് പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഈ പോലീസ് അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ കൊടും ക്രിമിനൽ ഉള്ളിലിരിക്കുമ്പോൾ എന്തിനാണ് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത്, അത് തന്നെയാണ്. ഏതായാലും നാട്ടുകാർ ഒന്നടങ്കം വലിയ രീതിയിൽ ഇപ്പോഴും അവർ രോഷാകുലരായി. ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോലീസ് പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോലീസ്. മനസ്സിലായോ? നിങ്ങൾ ഈ തെമ്മാടത്തെ പ്രതിനെ കിട്ടിയല്ലോ, ഞങ്ങളെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ സമാധാനം പറയാം. നിങ്ങളുടെ കാരണം സംഭവിച്ചു, മനസ്സിലായോ? നിങ്ങളുടെ കാരണം സംഭവിച്ചു. നിങ്ങൾ സമാധാനം പറയും. ഞങ്ങളെ തല്ലിടുന്ന കാര്യം കൊണ്ടുവന്നു അതല്ല നമ്മളെ തല്ലിട്ട് സംഭവിച്ചു. ഈ പോലീസുകാരെ അനാഥ സംഭവിച്ചില്ലേ? ഈ പോലീസുകാർ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കും. രണ്ട് പറഞ്ഞു സംഭവിക്കില്ലല്ലോ.